ഹലോ മൈ ഡിയേഴ്സ്, SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഗ്രാമർ പോർഷൻ ഇന്ന് നമ്മൾ വെറും കുറച്ച് സമയം കൊണ്ട് അത്രയും സ്മാർട്ടായിട്ട് പഠിക്കാൻ പോവാണ്. എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് നമുക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ്, അല്ലേ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഗ്രാമർ പോർഷൻ. നമുക്ക് അതിന്ന് എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കണം. ആർ യു റെഡി? എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വിശാലമായിട്ടുള്ളൊരു ഒരു ടോപ്പിക് തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മൾ ഗ്രാമർ പഠിച്ചു തുടങ്ങിയ അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ 10th വരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ എഡിറ്റിംഗിൽ വരാറുണ്ട്. അതിൽ വരാൻ സാധ്യതയുള്ളത് എഡിറ്റിംഗ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ. ചിലപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തരും, അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ടെൻസിൽ വല്ല മിസ്റ്റേക്സ് തരും. അതായത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ തന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ V2 ഫോമിലാണ് അവിടെയുള്ള ഏതെങ്കിലും ഒരു വേർബെങ്കിൽ അത് ചില ഭാഗത്ത് V1 ഫോമിലുള്ള വെർബോ അല്ലെങ്കിൽ ഓക്സിലറി വെർബോ ആക്കി അങ്ങനെയൊക്കെ അങ്ങോട്ടും തെറ്റിച്ച് തരും. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പങ്ക്ച്വേഷൻസിൽ ചില വ്യത്യാസങ്ങളൊക്കെ തരും. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട അടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടും, എക്സ്ക്ലമേറ്ററി ഇടേണ്ട അടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ തരും. അതാണ് പങ്ക്ച്വേഷനിൽ വരുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരാറുള്ളത്. പിന്നെ ഉള്ളത് വേർഡ് ഓർഡർ തെറ്റിച്ചിട്ട് നമുക്ക് തരും, പാറ്റേൺ തെറ്റിച്ച് തരും. സെൻറ്റൻസിൻ്റെ SVO പാറ്റേൺ പോലുള്ള പാറ്റേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് തരാറുണ്ട്. അടുത്ത് നമുക്ക് തെറ്റിച്ച് തരാറുള്ളത് ആർട്ടിക്കിൾസ് തെറ്റിച്ച് തരും. എഴുതുന്നിടത്ത് ഏൻ എഴുതിയിട്ടും ദാ എഴുതി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്സ് തരാറുണ്ട്. പിന്നെ കോൺക്വേർഡ് റിലേറ്റീവ് പ്രോനൗൺസ് നമുക്ക് പഠിക്കണം. ഓക്കെ, അടുത്തത് പ്രിപ്പോസിഷൻസിലും ചേഞ്ചസ് വരുത്തിയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് എന്ത് ചെയ്യണം, നമ്മളത് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്തരം കേസസൊക്കെയാണ് എഡിറ്റിംഗിൽ പ്രധാനമായിട്ട് നമ്മൾ കാണാറുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് എഡിറ്റിംഗ് സെറ്റ് ആക്കണം. ഫസ്റ്റ് നമുക്കൊരു പാസേജാണ് തരാം, അല്ലേ? ആ പാസേജ് ഏത് ടെൻസിലുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പാസേജ് ഏത് ടെൻസിൽ ഉള്ളതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയുക. എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? 3 വഴികളുണ്ട്. ഫസ്റ്റ്, ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് എന്താണ്? സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, 1 വീക്ക് എഗോ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് തന്നിട്ടുള്ള എഡിറ്റ് ചെയ്യാൻ തന്നിട്ടുള്ള പാസേജ് പാസ്റ്റ് ടെൻസിലാണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞു പോയതാണല്ലോ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞു പോയതാണ്. ഓക്കെ, പിന്നെ നൗ ടുഡേ എന്നൊക്കെ പറയുമ്പോൾ നൗ ടുഡേ അതൊക്കെ എന്താ ഇപ്പോഴുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? പ്രസന്റ് ടെൻസിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ഓക്സിലറി വേർബ്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യാനാണ്? പാസേജ് ഏത് ടെൻസിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ചിലപ്പം ഡേറ്റ് ഒന്നും അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ നോക്കുക, ഓക്സിലറി വേർബ് നോക്കുക. തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഓക്സിലറി വേർബ് ഏതാണെന്ന് നോക്കുക. ആം, ഈസ്, ആർ, ഡു, ഡസ്, ഹാസ്, ഹാവ്, വിൽ, ഷോൾ, ക്യാൻ, മേ, മസ്റ്റ് ഇത്തരത്തിലുള്ള ഈ കാണുന്ന ഓക്സിലറി വേർബ് ഏതെങ്കിലും നമ്മൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതൊരു പ്രസന്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് അതല്ല എങ്കിൽ അതിന് പകരം ഈ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ വാസ്, വേർ, ഡിഡ്, ഹാഡ്, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഈ തന്നിട്ടുള്ള ഓക്സിലറി വേർബ് ഏതെങ്കിലും നമുക്ക് തന്ന സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ, അതായത് എഡിറ്റ് ചെയ്യാൻ തന്ന പാസേജിൽ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എന്ത്? അതൊരു പാസ്റ്റ് ടെൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. ഹി ഈസ് പ്ലേയിങ്, അല്ലേ? ഹി ഈസ് പ്ലേയിങ്, അവന് കളിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവം. അപ്പോൾ നമുക്ക് എന്താ? ഈസ് എന്ന ഓക്സിലറി വെർബ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കും? ഈ സെൻറ്റൻസ് ഒരു പ്രസന്റ് ടെൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹി ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്, അല്ലേ? ഹി ഹാഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സെൻറ്റൻസ്